ഒന്നിങ്ങോട്ട് വാ എന്റെ അമ്പാനെ. അമ്പാന്റെ മനസ്സിൽ എന്തോ വിഷമോ. എന്താണെന്ന് പറ. ഒന്നുമില്ല. അത് ചുമ്മാ പടായി. എന്താണെന്ന് പറ. ഉണ്ട്. നീ ഒന്നും മിണ്ടാതിരി കൊച്ചുമണി. എന്നാ ഞാൻ പറയട്ടെ. എന്ത്? അമ്പാന്റെ മനസ്സിൽ എന്താണ് വിഷമമെന്ന് ഞാൻ പറയാം. പറയാം. പിന്നെ കാര്യം സത്യമാണെങ്കിൽ സത്യമാണെന്ന് പറയാം. പറയാം. ഒരു പെണ്ണിന്റെ കാര്യം കൊണ്ടല്ലേ അമ്പാൻ കിടന്ന് കുഴഞ്ഞു കിടക്കുന്നത്. ആ പെണ്ണിന്റെ കാര്യം പറഞ്ഞപ്പോ തല കുനിച്ചാൽ എന്ത് ചെയ്യും? കാര്യം എന്താണെന്ന് തുറന്ന് പറഞ്ഞാലല്ലേ അതിന് നിവൃത്തി ഉണ്ടാക്കാൻ പറ്റൂ. ആട്ടെ, പെണ്ണേതാണ്? ഒരു പെണ്ണ്. പേര് പറ. പേരെന്തിനാ? ഒരു പെണ്ണ്. എന്നാലും പറ. ശരി, പേര് പറയണ്ട. എവിടെ ഉള്ളതാണെന്ന് പറ. ഇവിടെ അടുത്ത് തന്നെ. ആ കളി കളഞ്ഞ് കാര്യം പറഞ്ഞാലല്ലേ സംഗതി നടക്കൂ. അതിന് നിവൃത്തി മാർഗം ഉണ്ടാക്കാമെന്നു. എങ്ങനെ? അതിന് വഴിയുണ്ട്. എന്ത് വഴി? നേർവഴിയല്ല, ഇടവഴി. എങ്ങനെ? അമ്പാൻ നടന്നതെല്ലാം എന്നോട് പറ. കൊച്ചമ്മണിയോട് പറയുന്ന ഒരു രഹസ്യവും പുറത്തു പോവില്ല. ഓഹോ എന്ന് വിളിക്കുന്നിടത്ത് വരും. പറയുന്നത് പോലെ ചെയ്യും. ആരും മഹാറാണിമാരെ പോലും പഴയ മഹാന്മാര് ഈ വിദ്യ പ്രയോഗിച്ചാണ് കയ്യിലെടുത്തിട്ടുള്ളത്. എന്ത് വിദ്യ? വശ്യം. വശ്യം? ഭസ്മം. ഭസ്മോ? എന്ത് ഭസ്മം? അഗ്നി മന്ത്രഭസ്മം. എന്റെ കൊച്ചുമണി തമ്പുരാനെ, എന്താണ് എന്റെ അമ്മ? പിന്നെ ഒരു കാര്യം, വശീകരിക്കാനുള്ള പെണ്ണിനെ ആ കുറി തൊട്ട് വന്ന് നോക്കണം. അവൾ ഇങ്ങോട്ട് വന്ന് നോക്കണം കേട്ടോ. സംഗതി റെഡി. പകിട 12. പിന്നെ ഒരു കണ്ടീഷൻ, കുളിച്ച് ശുദ്ധമായേ ഭസ്മം തൊടാവും. അത് തൊട്ടാ പിന്നെ അവളത് കാണുന്നത് വരെ കമാന്നൊരു അക്ഷരം മിണ്ടിപ്പോകരുത്. രാത്രി പോയി വിളിച്ചു പട്ടിയെ പോലെ ഉറക്കപ്പായെന്ന് വന്നു നിന്ന് വാലാട്ടും. എവിടെ കിട്ടും കൊച്ചുമണി ഇത്? ഏത്? ഇത്ര ഭസ്മം? ഒത്തിരി പണിയുണ്ട്. ഇണചേർന്നിരിക്കുന്ന ഓന്തില്ലേ, ഓന്ത്, അതിനെ ചാണകം എറിഞ്ഞ് പിടിക്കണം. അതും ഇളകി നിൽക്കുന്ന പശുവിന്റെ ചാണകം. ആ ചാണകത്തിലിരുന്ന് ആ ഓന്ത് ചാടും. അതിനെ എടുത്ത് മച്ചിത്തെങ്ങിന്റെ ഉച്ചിയിൽ വെച്ച് ഉണക്കി പൊടിക്കണം. അതിൽ ഒരു മന്ത്രവും. മച്ചിത്തെങ്ങിന്റെ ഉച്ചി വെച്ച് ഉണക്കുന്നു. നടപ്പുള്ള കാര്യം വല്ലതുണ്ടെങ്കിൽ അത് പറ കൊച്ചുമണി. എന്റെ അമ്പാൻ അതിന് സംശയമുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരു പെണ്ണോന്തിനെ കണ്ടുപിടിക്ക്. അമ്പാന് വേണ്ടിയിട്ട് ഞാൻ ആണോണ്ടാകാം. ആണോണ്ട്. അമ്പാൻ മനസ്സ് വിടണ്ട. നമ്മുടെ പണിക്കൊരു മന്ത്രവാദ കയ്യിൽ നിന്ന് നമുക്കത് വാങ്ങിക്കാം. കുറച്ച് കാശ് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. തൽക്കാലം ഒരു 5 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടേ ഒരു പൂശങ്ങോട് പൂശാം. ഇന്ന് നേരം വെളുക്കുന്നതിന് മുമ്പ് കുളിച്ചേക്കുന്നല്ലോ. എവിടെ പോകാനാ? അല്ലേ, ഇന്ന് ഭസ്മം തൊടിലൊക്കെ ഉണ്ടല്ലോ. എന്താ വിശേഷം? നീ പോടാ.
എന്താ മക്കളെ ഇത്? അയ്യോ അയ്യോ ഗോവിന്ദനെ കണ്ടോ? എന്താ കുട്ടി വിശേഷങ്ങൾ? നമ്മുടെ നാരായണപിള്ള ഇപ്പോഴും പേശിയെ തന്നെ അല്ലയോ? നമ്മുടെ നാരായണിയമ്മയുടെ? അതെ അതെ, അത് പറ. പണ്ടത്തെ പോലെ കണ്ണൊന്നും പറ്റുന്നില്ല. എന്റെ കല്യാണം കഴിഞ്ഞോടി മോളെ? ഇല്ല അമ്മാവ. നീ ഒരു കാര്യം ചെയ്യും, ഒഴിവുള്ള സമയത്ത് എന്നെ ഒന്നൊന്ന് കാണ്. പറ്റിയൊരു ചെറുക്കനെ ഞാൻ കണ്ടുപിടിച്ചേരാം കേട്ടോ. ഈ മൂച്ചക്ക് സ്റ്റേജിൽ കണ്ടാ മതിയായിരുന്നു. അവിടെ പോയി ബോധം കെട്ട് വീഴരുത്. ആരാ ബോധം കെട്ട് വീഴുന്നത് നമുക്ക് കാണാം. നമുക്ക് അവിടെ പോയിരിക്കാം. ക്ലാസ് കൊണ്ടുവരാൻ മറക്കരുത്. കലാസ്നേഹികളായ നാട്ടുകാരെ, നാടകം